ഹലോ വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അരയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു സ്റ്റോർ ഇവൻ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ഇൻ സെപ്പറേറ്റ് അരേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇവൻ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ടുള്ള അരേസിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പ്രോഗ്രാമിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, രണ്ട് അരേ വേണം. ഓക്കെ, രണ്ട് അരേസ് വേണം എന്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകുന്ന രീതിയിൽ നെയിം കൊടുക്കുക. ഇൻറ്റ് ഈവൻ അതുപോലെ തന്നെ ഓഡ് എന്ന് പറയുന്ന രണ്ട് അര ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ 50 or 100 ഒക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, 50 ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓഡ് എന്ന് പറയുന്ന ഒരു അരയും കൂടി ഡിക്ലെയർ ചെയ്യാം. ഓഡിൽ എത്രയാണ് അതും അതുപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, രണ്ട് കൗണ്ട് വേണം. അതായത് കൗണ്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് ഓരോരോ പൊസിഷനിലോട്ട് നമുക്ക് വാല്യൂസിനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവൻ്റെ കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ കൗണ്ട് എന്ന് പറയുന്നത് അത് രണ്ടും ഞാൻ എന്ത് ചെയ്യുക, 0 സെറ്റ് ചെയ്യുകയാണ്. കാരണം 0th പൊസിഷൻ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് വെച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെമി കോളം കൊടുക്കുന്നതിന് പകരം ഇവിടെ തന്നെ കൊടുക്കാം. ഇവൻ കൗണ്ട് എന്ന് കൊടുത്ത അവിടെ തന്നെ കോമ ഇട്ടിട്ട് ഓഡ് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ കൂടി കൊടുക്കാം. ഓക്കെ, ഓഡ് കൗണ്ട് അതും എന്ത് ചെയ്യുക, 0 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇൻറ്റ് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ എത്രയാണോ സൈസ് എന്ന് കൊടുക്കാം. അതായത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എത്രയാണോ സൈസ് വാങ്ങിയിട്ട് സ്കാനഫിൽ എൻ എന്ന് പറയുന്ന നമ്പറിൽ വെക്കാം. അത് നമ്മളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 10 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്, നെക്സ്റ്റ് നമുക്ക് യൂസറിനോട് പ്രിൻറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, നമ്പേഴ്സ് നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എഫിൽ എന്താ പറയുന്നത്, ഓക്കെ പ്രിൻ്റ് എഫ് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ. ഓക്കെ എൻ്റർ ദ സൈസ്. ഓക്കെ, സൈസ് നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറയാം. എൻ്റർ നമ്മൾ ഓൾറെഡി അവിടെ എത്രയാണ് സൈസ് കൊടുത്തുകൊണ്ട് നമുക്ക് പെർസെൻറ്റേജ് ഇട്ടിട്ട് ഇപ്പോൾ 10 ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്ത 10 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ റൈറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ അടുത്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് /n എന്ന് കൂടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടിട്ട് n എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സൈസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്, നെക്സ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ യൂസർ എന്ത് ചെയ്യും, ഓരോ നമ്പേഴ്സ് എൻ്റർ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ i എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യുക, 0th പൊസിഷനിൽ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. i ലെസ് ദാൻ ഏത് വരിക, n വരെ. ഓക്കെ, നെക്സ്റ്റ് i++. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസായിട്ട് എടുക്കാൻ പോവാണ് യൂസറിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവിടെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇൻറ്റ് നം എന്ന് പറയുന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും ഫസ്റ്റ് ആ വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സ്കാനഫിൽ സ്റ്റോർ ചെയ്യാണ് നം എന്ന് പറയുന്നത് വേരിയബിൾ. ഞാൻ അവിടെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് ഓക്കെ, സ്കാനഫിൽ നമ്മിലോട്ട് ആ ഒരു വാല്യൂ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഞാൻ എന്ത് ചെയ്യും, %d അതുപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, കോമ ആംബ്രസൻ ഏതാണ് നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂവിന് ഞാൻ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഇവിടെ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഓഡാണോ ഇവനാണോ നോക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ഓൾറെഡി നമുക്കറിയാം ഇവനാണോ ചെക്ക് ചെയ്യാൻ എന്താ നമ്മൾ കൊടുത്തിരുന്നത്, നം മോഡ്. അതായത് ഏതാണോ നമ്പർ അതിനെ 2 കൊണ്ട് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഏതാ, നമുക്ക് ഡിവൈസർ 0 വരുന്നതാണ് എന്ത് വരിക, ഓക്കെ ഇവൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവൻ എന്ന് പറയുന്ന ഒരു അരയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഇവൻ എന്ന് പറയുന്നത് കൊടുക്കുക. എന്നിട്ട് ഇവൻ _കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ തവണയും ആ ഒരു പൊസിഷനാണ് അതിൻ്റെ അകത്തുള്ളത്, ആ ഒരു ബ്രാക്കറ്റിനകത്ത് അരയിൽ ഓരോ ഇവന് ഫസ്റ്റ് എന്ത് ചെയ്യും, 0th പൊസിഷനിലോട്ട് വാല്യൂ വെക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ++ ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് ഓരോ വാല്യൂസ് വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നം എന്ന് പറയുന്ന ഏതാണ്, നം എന്ന് പറയുന്ന വാല്യൂ ഏതായിരുന്നോ അതിനെയാണ് ഇതിലോട്ട് വെക്കുക. അപ്പോൾ എന്തായിരിക്കും, അത് ഇവൻ നമ്പർ ആയിരിക്കും ഫസ്റ്റത്തെ കേസിൽ. ഓക്കെ, ഇനി എൽസ് കേസിൽ ഓഡ് നമ്പേഴ്സാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ നേരെ എൽസ് എന്തായിരിക്കും, ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡ് എന്ന് പറഞ്ഞിട്ട് ഓഡ് എന്നുള്ള നമ്മുടെ അരയിലോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഏത്, ഓഡ് _കൗണ്ട് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വേരിയബിൾ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഓക്കെ, ഓരോ വാല്യൂസിനെ പൊസിഷനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ
അതിനെ പ്ലസ് ചെയ്യുക, എന്നിട്ട് നം എന്ന് പറയുന്ന സെയിം വേരിയബിൾ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 2 അരയിലോട്ട് കറക്റ്റായിട്ട് ഈവൻ നമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിനെയും എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് പ്രിൻറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി പ്രിൻറ്റ് ചെയ്ത് കാണാനും നമുക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് എഫിൽ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഇവൻ എന്ന് പറയുന്ന ഒരു അരേനെ പ്രിൻറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് കൊടുക്കാം, ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് ഇവൻ നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ഇവൻ നമ്പേഴ്സ് ഇൻ ദ അരേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ, ഇൻ ദ അരേ ആർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ നമ്പേഴ്സിനെ അവിടെ പ്രിൻ്റ് ചെയ്യിക്കും തൊട്ടടുത്ത്. അതായത് ഇനി ഫോർ ലൂപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒരു കമൻറ്റ് കൊടുത്താണ്. ഇനി ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഇൻ്റെ ഐ എന്ന് മുകളിൽ ഡിക്ലെയർ ചെയ്താൽ മതി. നമുക്ക് ഇനി ഏതായാലും ഇങ്ങനെ കൊടുക്കാം, ഇൻ്റെ ഐ എസ് 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഐ ലെസ് ദാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഒരു പ്രാവശ്യം ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, ഇവൻ അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൗണ്ട് എത്ര ഉണ്ട് സൈസ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇവനിൽ എത്ര കൗണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവൻ കൗണ്ട് എന്ന് കൊടുത്താൽ മതി ഇവിടെ. അപ്പോൾ എത്ര വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അതായത് എത്ര ഇവൻ നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒരു ഇതിലൂടെ അറിയാം. ഓക്കെ, ഈ ഒരു വേരിയബിളിൽ അറിയാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് പ്രിൻ്റ് എഫിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ്. പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കുന്നു നമ്മൾ, %d എന്ന് പറഞ്ഞ്. ഓക്കെ, %d ഇവനിലുള്ള ഓരോ ആ ഒരു പൊസിഷനിലെ ആണിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പൊസിഷനിലായിട്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഐയിലുള്ള വാല്യൂ വെക്കാം നമുക്ക്. ഓക്കെ, അതിലുള്ള വാല്യൂവിന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് പൊസിഷനിൽ ഇവൻ നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓഡ് നമ്പേഴ്സിനെ കൂടെ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യുക, സെയിം അതുപോലെ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിങ് മുതൽ തന്നെ റൈറ്റ് ചെയ്തോ. ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഇവൻ എന്നുള്ളത് മാറ്റിയിട്ട് ഓഡ് എന്നാക്കി, ഓഡ് നമ്പേഴ്സിൻ്റെ ആരെന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്ന കൊടുത്താൽ മതി, /n എന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തൊട്ട് താഴെയുള്ള ലൈനിലായിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ ആരെന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവൻ കൗണ്ട് എന്നല്ല, ഇവിടെ നമ്മൾ എന്താ കൊടുത്ത്, ഓഡ് കൗണ്ട് എന്ന് കൊടുക്കുക. അതുപോലെ ഇവൻ അല്ല നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്, ഓഡ് എന്ന് പറയുന്ന അരയാണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഓഡ് ഓഫ് ഐ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് നോക്കാം. പ്രിൻ്റ് എഫിൽ നമുക്കിവിടെ എറർ വരാൻ കാരണം നേരത്തെ ഞാൻ ചോദിച്ചതാണ്, ഇവിടെ പി ക്യാപിറ്റലാണ്, സ്മോളാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ കളർ വരാത്ത കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ നമ്പേഴ്സ് എനിക്ക് കൊടുക്കുക, 1 അതുപോലെ ഒന്നുകൂടി റൺ ചെയ്യാം. ഒരു 1 1 അതുപോലെ തന്നെ എൻ്റർ 2 3 4 5 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ ഇത്ര നമ്പേഴ്സ്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ സൈസ് കൊടുത്തിട്ട് 10 ആണ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 2 2. ഓക്കെ, ഇത് നേരത്തെ കൊടുത്തതിൻ്റെ ഔട്ട്പുട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, എൻ്റർ ദ 10 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അത് ഈ പ്രോഗ്രാമേഴ്സ് ഒന്ന് സ്ലോ ആയത് കാരണമാണ് അങ്ങനെ. മുമ്പ് നമ്മൾ റൺ ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് നേരത്തെ കാണിച്ചത്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവൻ നമ്പേഴ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, പ്രോഗ്രാമേഴ്സ് കുറച്ച് ലാഗ് ആയത് കാരണം അങ്ങനെ പ്രിൻ്റ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവൻ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും സെപ്പറേറ്റ് അരയിലായിട്ട് സ്റ്റോർ ചെയ്യാൻ സിമ്പിളാണ്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.